യേശു എന്ന രക്ഷ. ദൈവത്തിന് മഹത്വം. രക്ഷയെക്കുറിച്ച് വിശുദ്ധ സത്യവേദ പുസ്തകത്തിൽ വിവരിച്ചിരിക്കുന്ന രീതിയിൽ തയ്യാറാക്കിയിരിക്കുന്ന ഈ ചെറിയ പ്രഭാഷണം ദൈവസ്നേഹികളായ ശ്രോതാക്കൾക്കായി സമർപ്പിക്കുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 3-4 വാക്യങ്ങളിൽ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം വിവരിച്ചിരിക്കുന്നു: കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷയെ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിവീഴും? രക്ഷകനായ യേശുവിൽ കൂടി, അതായത് യേശുവെന്ന രക്ഷ ദൈവമാനവരാശിക്ക് ദാനമായി നൽകി. ഈ വലിയ രക്ഷയെക്കുറിച്ച് ഭൂമിയിൽ ആധികാരികമായി പറഞ്ഞത് യേശു രക്ഷകൻ തന്നെയാണ്. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവിനെന്ന് യേശു രക്ഷകൻ തന്റെ പ്രസംഗം ഗലീലയിൽ ആരംഭിച്ചു. സർവശക്തനായ ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിശുദ്ധ വേദപുസ്തകത്തിൽ വിവരിച്ചിരിക്കുന്ന വിവിധ വീര്യപ്രവൃത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ ഭൂമിയിൽ അയച്ചുകൊണ്ടും ജനലക്ഷങ്ങൾ സാക്ഷികളായി തീർന്നതും ആയ രക്ഷയാണ് ഈ വലിയ രക്ഷ. യേശുവിൽ കൂടി രക്ഷ നേടിയവർ എല്ലാവരും തന്നെ മറ്റുള്ളവരോട്, ഈ രക്ഷ അനുഭവിക്കാത്തവരോട് ഉറപ്പിച്ച് രക്ഷയെക്കുറിച്ച് പറയുകയുണ്ടായി. ശ്രീയേശു തന്റെ ക്രൂശ് മരണത്തിലൂടെ നേടിത്തന്ന ഈ വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ ന്യായവിധി എന്ന വലിയ ശിക്ഷ, നരകയാതന എന്ന വലിയ ശിക്ഷ അനുഭവിക്കണം. യേശുവെന്ന രക്ഷയുടെ മഹത്വം അത്ര വലിയതാണ്. യെരുശലേമിൽ ശിമ്യോൻ എന്നു പേരുള്ള ഒരു ദൈവഭക്തൻ ഉണ്ടായിരുന്നു. ഈ മനുഷ്യൻ നീതിമാനായിരുന്നു. ഇസ്രായേൽ ജനത്തിന്റെ ആശ്വാസത്തിനായി കാത്തിരുന്ന ഭക്തനായിരുന്നു. ദൈവശക്തി ആ ഭക്തന്റെ മേൽ ഉണ്ടായിരുന്നു. കർത്താവായ യേശുക്രിസ്തുവിനെ കാണും മുമ്പേ നീ മരിക്കുകയില്ല എന്ന് ഭക്തനായ ശിമ്യോനോട് ദൈവം അരുളി ചെയ്തു. യേശുക്കുഞ്ഞിനെ മാതാപിതാക്കൾ ദേവാലയത്തിൽ സമർപ്പിക്കുവാനായി കൊണ്ടുപോയി. യേശുവെന്ന പൈതലിനെ കൈകളിൽ ഏന്തി ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാനുള്ള വലിയ ഭാഗ്യം ദൈവം ഭക്തനായ ശിമ്യോനാണ് നൽകിയത്. അദ്ദേഹം പൈതലായിരുന്ന യേശുവിനെ കൈകളിലേന്തി ഇപ്രകാരം പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചു: ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വവുമായി നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ. യേശുവെന്ന മാനവ സമൂഹത്തിന്റെ രക്ഷയെ കാണുവാനുള്ള വലിയ ഭാഗ്യം ഭക്തനായ ശിമ്യോനാണ് ദൈവം നൽകിയത്. ശിമ്യോന്റെ ഈ വാക്കുകൾ കേട്ട് യേശുക്കുഞ്ഞിന്റെ മാതാപിതാക്കൾ ആശ്ചര്യപ്പെട്ടു. ഭക്തനായ ശിമ്യോൻ മാതാപിതാക്കളെ അനുഗ്രഹിച്ചു. അമ്മയായ മറിയോട് ഇപ്രകാരം പറഞ്ഞു: അനേകം ഹൃദയങ്ങളിലെ വിചാരങ്ങൾ വെളിപ്പെടുത്തേണ്ടതിന് ഈ പൈതലിനെ ഇസ്രായേലിന്റെ പലരുടെയും വീഴ്ചയ്ക്കും എഴുന്നേൽപ്പിനും മറുത്തു പറയുന്നവരുടെ അടയാളത്തിനുമായി ദൈവം നിയോഗിച്ചാക്കിയിരിക്കുന്നു. നിന്റെ സ്വന്തം പ്രാണനിൽ കൂടിയും ഒരു വാൾ കടക്കുമെന്ന് പറഞ്ഞു. യേശുവെന്ന രക്ഷകനെ ഒരു നോക്ക് കണ്ടിട്ട് മരിക്കുവാനായി ഭക്തരായ ബഹുസഹസ്രം പേർ കാത്തിരുന്നു. എന്നാൽ അവർക്കാർക്കും തന്നെ യേശു രക്ഷകനെ കണ്ട് മരിക്കുവാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തന്റെ ലേഖനത്തിൽ അക്കാര്യം പ്രത്യേകിച്ച് പറഞ്ഞിരിക്കുന്നു. എബ്രായർക്കാരുടെ ലേഖനം 11-ാം അധ്യായം 13-ാം വാക്യത്തിൽ ഇപ്രകാരം വിവരിച്ചിരിക്കുന്നു: അവൻ എല്ലാവരും
വാഗ്ദത്തം പ്രാപിക്കാതെ ദൂരത്തുനിന്ന് അത് കണ്ട് അഭിവന്ദിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളുമെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. ഇങ്ങനെ മരിച്ച് സ്വർഗത്തിൽ ദൈവത്തോടുകൂടി ആയിരിക്കുന്ന ചില ഭക്തന്മാരുടെ പേരുകൾ മാത്രം എബ്രായ ലേഖകൻ വിവരിച്ചിരിക്കുന്നു. ഹാബേൽ, ഹാനോക്ക്, നോഹ, അബ്രഹാം, സാറ, ഇസഹാക്ക്, യാക്കോബ്, യോസെഫ്, മോശ, യോശുവ, ഗിദയോൻ, ബാരാക്ക്, ശിംശോൻ, ഇബ്താഹ്, ദാവീദ്, ശമൂവേൽ, ദാനിയേൽ, ഇരമ്യാവ്, ഏലിയാവ്, എലിശ, സെഖര്യാവ്, യെശയ്യാവ്. ഇവർ വിശ്വാസത്താൽ രാജ്യങ്ങളെ നിയന്ത്രിച്ചു, നീതി നടത്തി, വാഗ്ദത്തം പ്രാപിച്ചു, സിംഹങ്ങളുടെ വായടച്ചു, തീയുടെ ബലമില്ലാതാക്കി, വാളിന്റെ വായ്ക്ക് തെറ്റി, ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു, യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു, അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു, സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി, പരിഹാസം, ചമ്മട്ടി, തടവ്, ചങ്ങല, കല്ലേറ് ഇവയേറ്റു, പരീക്ഷിക്കപ്പെട്ടു, വാളാൽ കൊല്ലപ്പെട്ടു, ജടയാടുകളുടെയും കോലാടുകളുടെയും തോൽ ധരിച്ചു, ബുദ്ധിമുട്ട്, ഉപദ്രവവും കഷ്ടവും സഹിച്ചു, കാടുകളിലും ഗുഹകളിലും മലകളിലും ഭൂമിയുടെ പിളർപ്പുകളിലും ഉഴന്നു വലഞ്ഞു. ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. അവർ എല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം പ്രാപിച്ചിട്ടും യേശുവെന്ന രക്ഷകനെ കണ്ട് മരിക്കാൻ അവരുടെ ജീവിതകാലത്ത് കഴിഞ്ഞില്ല. ദൈവത്തിൽ ആശ്രയിച്ച് ഭക്തിയോടുകൂടി ജീവിച്ച് ഈ വിശുദ്ധന്മാർ പ്രത്യാശയോടുകൂടി ഈ ലോകത്തിൽ നിന്നും വാഗ്ദത്ത നാട്ടിലേക്ക് യാത്രയായി. രക്ഷകനായ യേശുവിനെ നേരിൽ കണ്ട് തിരുവചന സത്യങ്ങൾ ശ്രവിച്ച് എല്ലാ തരത്തിലും ആശ്വാസം പ്രാപിച്ച് ജീവിച്ച ഒരു തലമുറയിലെ അംഗങ്ങളാണ് നാം എല്ലാവരും. രക്ഷകന്റെ ക്രൂശ് മരണം, ഉയർത്തെഴുന്നേൽപ്പിലൂടെ ദൈവശക്തി നൽകുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി ദൈവം ഭൂമിയിൽ ദാനമായി നൽകി. ഈ ദൈവശക്തി നമ്മെ വിജയകരമായി വഴി നടത്തും. നമ്മുടെ ജീവിതയാത്രയിൽ വിളക്കായി ഇന്നും നമ്മെ വഴി നടത്തും. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും മനുഷ്യർക്ക് ബോധം വരുത്തുന്നു. യേശുവിൽ ആശ്രയിക്കുന്നവരുടെ ജീവിതം സമാധാനമായി തുടരുന്നതിന് ദൈവം സഹായിക്കുന്നു. ഈ സന്ദേശം ശ്രവിക്കുന്ന പ്രിയ ശ്രോതാക്കളെ, ഈ സെക്കൻഡ് വരെയും യേശുവില്ലാതെയാണ് ജീവിതം നയിക്കുന്നതെങ്കിൽ ജീവിതം അപകടമായ ഒരു ക്രമത്തിൽ പിന്നിടുകയാണ്. നമുക്ക് കഴിഞ്ഞ കാലങ്ങളെ മറക്കാം, നമ്മുടെ തെറ്റായ ജീവിതം ഉപേക്ഷിക്കാം, യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാം. ഇനിയുള്ള കാലം സമാധാനമായി ജീവിക്കാം. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കൂടുതൽ വിവരങ്ങൾക്ക് എഴുതുക നോബിൾ കാസറ്റ്സ്, കോവളം PO, പിൻകോഡ് 695527, ഫോൺ 24802881.